ഇത് ഫോസി ഓഡിയോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കാണാൻ പറ്റും. പക്ഷേ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റുകൾ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. പിന്നെ എന്തിനാണ് നമ്മൾ ഈ വെബ്സൈറ്റ് നോക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. ഫോസി ഓഡിയോയെ പറ്റി പറയുകയാണെങ്കിൽ ഇവരൊരു ചൈന ബേസ്ഡ് കമ്പനിയാണ്. അങ്ങനെയാണ് നമ്മളിവിടെ എബൌട്ട് ആസിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ചൈനയിലാണ് ഇവരുടെ ഉത്ഭവം, അല്ലെങ്കിൽ ഇവരുടെ കമ്പനി എന്ന് പറയുന്നത് ചൈനയിലാണെന്നാണ് പറയുന്നത്. 2017 ഇവർ ഈ ഒരു കമ്പനി തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ കൂടുതലും ക്ലാസ് ഡി ആംപ്ലിഫയറുകളാണ് ഇവർ പുറത്തിറക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവർ ഒരു പ്രോഡക്റ്റ് അയച്ചു തന്നിട്ടുണ്ട്, ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ അതിൻ്റെ റിവ്യൂ ആയിരിക്കും ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഇവരുടെ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. കാരണം നമുക്കിത് ഇന്ത്യയിൽ അവൈലബിൾ അല്ലെങ്കിൽ പോലും നമുക്ക് ഇന്ത്യയിലേക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് വരുത്താൻ പറ്റും. പക്ഷേ ആമസോണിൽ അവൈലബിൾ ആണ് ഈ ഒരു പ്രൊഡക്റ്റുകൾ. നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇവരുടെ TB10D എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. ഇത് $79 ഇതിൽ അവർ പ്രൈസ് പറഞ്ഞിട്ടുള്ളത്. നമുക്കതൊന്ന് ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഏകദേശം 6429 രൂപ വില വരുന്ന പ്രൊഡക്റ്റാണ് നമുക്ക് ഫോസി ഓഡിയോസ് അയച്ചു തന്നിട്ടുള്ളത്. ആമസോണിൽ ഈ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഇതാണ് ഫോസി ഓഡിയോയുടെ TB10D എന്ന് പറയുന്ന ക്ലാസ് ഡി ആംപ്ലിഫയർ. 600 വാട്ട്സ് ആണ് ഇവർ പറയുന്നത് ഈ ഒരു ക്ലാസ് ഡി ആംപ്ലിഫയറിന്. ക്ലാസ് ഡി ആംപ്ലിഫയറുകളെ പറ്റി നമുക്ക് അറിയാവുന്നതാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് ഡി ആംപ്ലിഫയറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ഇൻഫോസോൺ മലയാളം എന്ന് പറയുന്ന ചാനലിൻ്റെ ഒരു വീഡിയോ ആണ്. കാരണം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ അതും ക്ലാസ് ഡി ആംപ്ലിഫയറിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. മാത്രമല്ല ഞാൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാകാം. ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ക്ലാസ് ഡി ആംപ്ലിഫയറുകൾ എന്താണെന്നും അതിൻ്റെ ഉപയോഗങ്ങൾ എന്താണെന്നും. നമുക്കിത് അവർ കൊറിയറായിട്ട് അയച്ചു തന്നതാണ്. ചൈനയിൽ നിന്നാണ് നമുക്കിത് അയച്ചു തന്നിട്ടുള്ളത്. ബോക്സ് നോക്കുകയാണെങ്കിൽ ഇത് അവരുടെ കമ്പനി, എനിക്ക് തോന്നുന്നു ഇതായിരിക്കാം അവരുടെ ബേസ് കമ്പനി വരുന്നത്, പേരന്റ് കമ്പനി ഇതായിരിക്കാം. ഫോസി ഓഡിയോ എന്നാണ് വരുന്നത്. നോർമലി മെയ്ഡ് ഇൻ ചൈന എന്ന് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ വെബ്സൈറ്റിൻ്റെ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റിൻ്റെ ലിങ്കും ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും ഞാൻ ജസ്റ്റ് കൊടുക്കാം. അതേപോലെ തന്നെ ഇവർക്ക് 18 മാസം വാറണ്ടിയും 30 ദിവസം റിട്ടേൺ പോളിസിയും വരുന്നുണ്ട്. ലൈഫ് ടൈം ടെക്നിക്കൽ സപ്പോർട്ടും അവർ കൊടുക്കുന്നുണ്ട്. ഇതാണ് പ്രൊഡക്റ്റിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഹൈഫൈ, ഇത് ഓഡിയോ എന്ന് പറയുന്നത് ഇതിൽ ഓഡിയോ ഔട്ട്പുട്ട് വളരെ ക്ലാരിറ്റി ഉള്ളത്, ഹൈഫൈ ക്ലാരിറ്റിയിലുള്ളൊരു സൗണ്ട് ആയിരിക്കും നമുക്ക് ഈ ഒരു ആംപ്ലിഫയറിൽ കിട്ടും. നമ്മളിത് ഏകദേശം ഒരാഴ്ചയായിട്ട് വീട്ടിൽ വെച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഓൾറെഡി അൺബോക്സ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി അൺബോക്സ് ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടുന്നത്. അത്യാവശ്യം സേഫായിട്ട് സ്പോഞ്ചൊക്കെ വെച്ച് സേഫായിട്ടാണ് കൊണ്ടുവരുന്നത്. ജസ്റ്റ് ഒന്ന് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഓക്കെ, ബോക്സിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവരുടെ യൂസർ മാനുവലും അതുപോലെ തന്നെ ക്വിക്ക് സെറ്റപ്പ് ഗൈഡാണ്. ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സാധാരണ യൂസറിന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യുന്ന രീതിയിൽ എല്ലാ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ അഡാപ്റ്റർ ഒന്ന് നോക്കാം. ക്ലാസ് ഡി ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് അത്യാവശ്യം വോൾട്ടേജ് റേഞ്ച് കിട്ടുന്നു. 12 വോൾട്ട്, 24, 32 വോൾട്ട് വരെ ഇതിൽ എടുക്കുമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അഡാപ്റ്ററിൽ നോക്കാം. AC to DC അഡാപ്റ്റർ അവർ തന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് വോൾട്ടേജ് 32 വോൾട്ട് 5 ആംപിയർ ആണ് ഈ അഡാപ്റ്ററിൻ്റെ വോൾട്ടേജ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇൻപുട്ട് ഇവിടെ കുത്തുക, ഔട്ട്പുട്ട് ഇവിടെയാണ് കിട്ടുന്നത്. ഇവർ കൊടുത്തു വിട്ടിരിക്കുന്ന കേബിൾ എന്ന് പറയുന്നത് ഈ ടൈപ്പാണ്. നമ്മൾ ഗൾഫിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ്, അല്ലെങ്കിൽ ഫോറിൻ ചൈനീസ് ടൈപ്പ്. നമ്മുടെ ഇന്ത്യയിൽ ഉള്ള പ്ലഗ് അല്ല ഇത്. പ്ലഗ് പോയിന്റിൽ നമുക്ക് കുത്താൻ പറ്റില്ല. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നോർമൽ നമ്മുടെ ടോർച്ച് അല്ലെങ്കിൽ എമർജൻസിയുടെ ഒക്കെ കേബിൾ നമുക്ക് ഇതിൽ കുത്താൻ പറ്റും. ഈ ടൈപ്പ് പിന്നെ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ ജസ്റ്റ് വീഡിയോയുടെ ഇനി വരുന്ന ഭാഗത്തിൽ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ അഡാപ്റ്റർ. വലിയ ഭാരമൊന്നുമില്ല. 5 ആംപിയറിൻ്റെ അഡാപ്റ്ററാണ്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. ഇതിലേക്ക് തിരിച്ചു വരാം. ബോക്സിനുള്ളിൽ മറ്റൊന്നുമില്ല. ഒരു സ്പോഞ്ച്, പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള സ്പോഞ്ച് കേസ് മാത്രമേ ഉള്ളൂ. അപ്പം എന്തായാലും നമുക്ക് ബോക്സ് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ യൂസർ മാനുവൽ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവർ പറയുന്നത് 300+300 വാട്ട്സ് ആണ് എന്നാണ് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ യൂസർ മാനുവൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫോസി ഓഡിയോ എന്ന് ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട്.
ഫോസി. ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ആണോ എന്നറിയില്ല. ഫോസി ഓഡിയോ എന്നായിരിക്കാം, അല്ലെങ്കിൽ ഫോസി ഓഡിയോ എന്നായിരിക്കാം. എന്നാലും ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ട്രബിൾ ഷൂട്ടിംഗ് സ്റ്റെപ്സ് അവർ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും. ഇതിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തോന്നിയത്, നമുക്കിതിനകത്ത് ഈ ഒരു അഡാപ്റ്റർ മാറ്റി ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. നമ്മൾ പ്രത്യേകിച്ചും മലയാളികൾ അല്ലെങ്കിൽ കേരളത്തിലുള്ളവർ അല്ലെങ്കിൽ നമ്മളെല്ലാവരും നോക്കുന്നത് മാക്സിമം ഔട്ട്പുട്ട്. ഒരു ആംപ്ലിഫയർ വാങ്ങിച്ചാൽ ഇതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് എടുക്കാൻ നമ്മൾ നോക്കും. അപ്പോൾ ഇതിൽ നമ്മൾ ട്രാൻസ്ഫോമർ മാറ്റുക അല്ലെങ്കിൽ അഡാപ്റ്റർ മാറ്റുക എന്നുള്ളത് നോക്കും. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുള്ളത് 18 മുതൽ 48 വോൾട്ട് വരെ നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാൻ പറ്റും വോൾട്ടേജ് റേഞ്ച്. അതായത് ഒന്നെങ്കിൽ 24 വോൾട്ട് 8 ആംപിയറിൻ്റെ അഡാപ്റ്റർ കൊടുക്കാം, അല്ലെങ്കിൽ 32 വോൾട്ട് 6 ആംപിയർ വരെയുള്ള അഡാപ്റ്റർ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവരിവിടെ 5 ആംപിയറിനെയാണ് തന്നിട്ടുള്ളത്. നമുക്ക് 6 ആംപിയറിൻ്റെ വരെയുള്ള അഡാപ്റ്റർ നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു ബുക്ക് ഷെൽഫ്, അതായത് ആക്ച്വലി ഈ ഒരു ആംപ്ലിഫയർ എന്ന് പറയുന്നത് നമ്മുടെ ബുക്ക് ഷെൽഫ് ആംപ്ലിഫയർ അല്ലെങ്കിൽ ബുക്ക് ഷെൽഫ് ബോക്സിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആംപ്ലിഫയർ ആണ്. ഇതിൻ്റെ സൈസ് തന്നെ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നമ്മുടെ ഒരു കൈക്കുള്ളിൽ ഇരിക്കാനുള്ള സൈസ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിന് വരുന്നുണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ യൂസേജ് പർപ്പസ് അങ്ങനെയാണ്. അതായത് ഒരു ഹെവി യൂസേജ് ഒന്നുമല്ല. ഒരു 6 ഇഞ്ച് വൂഫറും ഒരു ട്യൂട്ടറും വെച്ചിട്ടുള്ള 2 ബുക്ക് ഷെൽഫ് ബോക്സ് ചെയ്യുകയാണെങ്കിൽ അതിൽ കണക്ട് ചെയ്യാൻ പറ്റിയ പക്ക ആംപ്ലിഫയർ ആണിത്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിപ്പോൾ എന്തുകൊണ്ട് സൗണ്ട് ക്വാളിറ്റി പോരാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് വർക്ക് ആവുന്നില്ല, ഇതിലേക്ക് ഹെഡ്ഫോൺ യൂസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിലേക്ക് സബ് വൂഫർ കണക്ട് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമുക്ക് ഈ ഒരു യൂസർ മാനുവലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇൻബിൽട്ട് ആംപ്ലിഫയർ ഉണ്ട്, അതുപോലെ തന്നെ ബേസ് ട്രിപ്പിൾ കൺട്രോൾ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് പാസീവ് സ്പീക്കേഴ്സിലാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ആംപ്ലിഫയറിലേക്ക് തിരിച്ചു വരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇവരൊക്കെ മറ്റു കുറച്ച് മോഡലുകളുടെ പേരും അതിൻ്റെ സ്പെസിഫിക്കേഷനും ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്, നമുക്കിവിടെ കാണാൻ കഴിയും. TB10D എന്ന് പറയുന്ന മോഡലാണ് ഇപ്പോൾ നമുക്ക് ഉള്ളത്. അത് 2 ചാനൽ ആംപ്ലിഫയർ. ഓഡിയോ ഇൻപുട്ട് വരുന്നത് RCA സോക്കറ്റ് വഴിയാണ്. പാസീവ് സ്പീക്കേഴ്സ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അഡാപ്റ്റർ വന്നിട്ടുള്ളത് 32 വോൾട്ട് 5 ആംപിയർ. 300 വാട്ട്സ് ഇൻറ്റു 2, അതായത് ഒരു ചാനലിൽ 300 വാട്ട്സ് എന്നുള്ള രീതിയിൽ മൊത്തത്തിൽ 600 വാട്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ മാക്സിമം വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഫുൾ 300 വാട്ട്സ് നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഈ TB10A അങ്ങനെ കുറച്ച് മോഡലുകൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവരുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് അടിപൊളി പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇനിയും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തൊക്കെയാണ് എവിടേക്കാണ് കൊടുക്കേണ്ടതെന്നുള്ളതും ഇതിൻ്റെ ഇംപെഡൻസ് 2 ohms മുതൽ 8 ohms ആണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഇംപെഡൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എത്രത്തോളം ഉണ്ടെന്നുള്ളതും അതിൻ്റെ ഔട്ട്പുട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് ഉൾപ്പെടെ അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം അവരുടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആംപ്ലിഫയറിലേക്ക് തിരിച്ചു വരാം. ഇതാണ് പ്രോഡക്റ്റ്. ഇതിനുള്ളിൽ ആംപ്ലിഫയർ സെക്ഷൻ, ടോൺ കൺട്രോൾ സെക്ഷൻ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഓഡിയോ സോഴ്സ് ഒന്നുമില്ല ബാക്കിൽ കൊടുക്കാം. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് തുടങ്ങാം. ഫ്രണ്ടിൽ നമുക്ക് ഫോസി ഓഡിയോ TB10D എന്നവർ എഴുതിയിട്ടുണ്ട്. പവർ ഓൺ ഓഫ് സ്വിച്ച് ഇങ്ങനെയാണ്. വളരെ ക്ലാസിക് ആയിട്ടുള്ളൊരു ഫീലാണ് ഇത് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മളുടെ ഷെൽഫിലേക്കൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ സ്വിച്ചൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ക്ലാസിക് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ ഡോട്ട് കാണുന്നത് ആക്ച്വലി LED ആണ്, പവർ ഓൺ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണിക്കും. ട്രിപ്പിൾ ബേസ് വോളിയം, വളരെ ബേസിക് ആയിട്ടുള്ള കൺട്രോൾസ്. ആ ക്വാളിറ്റി നമുക്കിത് തിരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല ക്വാളിറ്റിയാണ്. ഫുൾ മെറ്റൽ ബോഡിയാണ്, അലുമിനിയം ആണെന്ന് തോന്നുന്നു. ഫുൾ മെറ്റൽ, നോംസ് ഉൾപ്പെടെ എല്ലാം മെറ്റലാണ്. അടിയിൽ 2 റബ്ബർ ബുഷസ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ കാണാൻ കഴിയും. സൈഡിലായിട്ട് ക്വാളിറ്റി ചെക്ക് പാസ് അതിൻ്റെ സ്റ്റിക്കർ ഉണ്ട്. മറ്റ് ഓപ്ഷൻസ് ഒന്നുമില്ല. ബാക്കിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ പവർ അഡാപ്റ്റർ കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ഇത് ജസ്റ്റ് അങ്ങ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി അവിടെ കഴിയും. പിന്നെ സ്പീക്കർ കൊടുക്കാനായിട്ട് ബനാന സോക്കറ്റ്, നല്ല ക്വാളിറ്റിയുള്ള ബനാന സോക്കറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്കറിയാം മാർക്കറ്റിൽ നല്ല വിലയുണ്ട് ഈ ടൈപ്പ് വാങ്ങുന്നതിന്. നല്ല ക്വാളിറ്റിയുള്ള ബനാന സോക്കറ്റുകളും. ഓഡിയോ ഇൻപുട്ടിന് നോർമൽ RCA ഇൻപുട്ടാണ്, റൈറ്റ് ലെഫ്റ്റ് എന്നുള്ള രീതിയിൽ ഇൻപുട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് അഴിച്ച് കാണിക്കണമെന്നുണ്ട്. അപ്പോൾ അതിനൊരു സെപ്പറേറ്റ് വീഡിയോ നമുക്ക് ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, ഏത് IC ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട്. ഇതിൻ്റെ IC ഏതാണെന്നുള്ളത് നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്കിവിടെ അറിയാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ഇത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാനുള്ളൊരു പേജാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ. ഇതിലവർ $76 ആണ് കാണിച്ചിട്ടുള്ളത്. ഏകദേശം 6100 രൂപയോളം നമുക്ക് വരും. ഇതിൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ തന്നെയാണ്. ഇതിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവർ ഉപയോഗിച്ചിട്ടുള്ള IC എന്ന് പറയുന്നത് TPA3255 ചിപ്പാണ് ഇവർ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതേപോലത്തെ ബുക്ക് ഷെൽഫ്
സ്പീക്കറുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഈ ഒരു ആംപ്ലിഫയർ നമുക്ക് യൂസ്ഫുൾ ആവുന്നത്. ഇവരിവിടെ കൊടുത്തിട്ടുണ്ട് ഈ ടൈപ്പ്. നമ്മൾ നോർമലി വയർ പിരിച്ച് ബനാന സോക്കറ്റിലേക്ക് കയറ്റുകയാണ് ചെയ്യുന്നത്. അവിടെയൊക്കെ ഈ കണക്ടേഴ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ നാട്ടിലുണ്ട്. നോർമലി നമ്മളൊന്നും അങ്ങനെ ചെയ്യാറില്ല, വയർ പിരിച്ച് കയറ്റാനാണ് പതിവ്. പിന്നെ RCA സോക്കറ്റ്, പിന്നെ ഓഡിയോ ഇൻപുട്ട്, ഇതെല്ലാം ഒരു ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവരുടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റിവ്യൂ ഇവരുടെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു വെബ്സൈറ്റാണ്. കാരണം പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ ലിങ്കും യൂട്യൂബിലേക്കുള്ള ഒരു ലിങ്കും ഇവരുടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മറ്റ് പ്രൊഡക്റ്റുകളും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് അടിപൊളി പ്രൊഡക്റ്റുകളൊന്നും ഈ ഒരു കമ്പനിയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് ഈ ഒരു IC ആണ് ഇവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പ്രൊഡക്റ്റിലേക്ക് തിരിച്ചു വരാം. അത്യാവശ്യം പെർഫോമൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടുന്നുണ്ട്. നമ്മളിത് ഏകദേശം ഒരാഴ്ചയോളം നമ്മൾ ഈ ഒരു ആംപ്ലിഫയർ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, അല്പം ബേസ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ യൂസ് ചെയ്തത് നമ്മുടെ 3-way ബോക്സിലായിരുന്നു യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഫുൾ റേഞ്ച് സ്പീക്കറിലും യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ബേസ് കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തുകൊണ്ടാണെന്ന് കറക്റ്റ് അറിയുന്നവർ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ബേസ് ഫുൾ ഇടുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം പെർഫോമൻസ് കിട്ടുന്നത്. പക്ഷേ ഓഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് അന്യായ ഓഡിയോ ക്വാളിറ്റിയാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ഒരു വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. അപ്പം ട്രിബിളിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിലും ചെവി അടപ്പിക്കുന്ന അല്ലെങ്കിൽ ഭയങ്കര അരോചകമായിട്ടുള്ള ട്രിബിളൊന്നും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ട്രിബിളാണ്. നമ്മൾ നല്ല രീതിയിലുള്ളൊരു ബോക്സ് യൂസ് ചെയ്യണം. ഒരു സിൽക്ക് ഡോം ട്യൂട്ടറും ഒരു 6 ഇഞ്ച് നല്ലൊരു വൂഫറും യൂസ് ചെയ്തിട്ടുള്ളൊരു 2 ബുക്ക് ഷെൽഫ് ബോക്സ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് വാട്ടേജിലും കറക്റ്റ് ഇമ്പിഡൻസിലും നമ്മൾ മാച്ച് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ഈ ഒരു ആംപ്ലിഫയർ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാനായിട്ട് തന്നെ വളരെ കാണാനും അതുപോലെ തന്നെ ഉപയോഗിക്കാനും വളരെ ഹാൻഡി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഫോസി ഓഡിയോയുടെ TB10D എന്ന് പറയുന്ന ഈ ഒരു മോഡൽ ആംപ്ലിഫയർ എന്ന് പറയുന്നത്. ഇത് നമുക്കൊരു ഷെൽഫിലേക്ക് വെക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് ഓഡിയോ സോഴ്സ് കണക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഓഡിയോ സോഴ്സ് എന്ന് പറയുന്നത് ഇതേപോലത്തെ പ്രീ ആംപ്ലിഫയറുകളാണ് നമ്മളിവിടെ ഓഡിയോ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിൽ നിന്നും RCA പിന്ന് വഴിയാണ് ഇതിലേക്ക് കണക്ട് ചെയ്ത് നമ്മൾ പാട്ട് കേൾക്കുന്നത്. ഇതിൽ നമുക്ക് ബ്ലൂടൂത്ത് ഓപ്ഷൻ വരാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതിന് തന്നെ ബ്ലൂടൂത്ത് വരുന്ന മോഡൽ വരുന്നുണ്ട്. ഇവിടെ ഒരു ആൻറ്റിന വരും. ആൻറ്റിന വെച്ചിട്ട് അത്യാവശ്യം നമുക്ക് ബ്ലൂടൂത്ത് റേഞ്ച് കിട്ടും ആൻറ്റിനയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. നോർമലി നമുക്ക് വരുന്ന ഈ ഒരു മുടികളിലൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ബ്ലൂടൂത്തിന് വേണ്ടി ആൻറ്റിന ഒന്നും നമ്മൾ വെക്കാറില്ല. ഇതിനകത്താണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ബ്ലൂടൂത്ത് മോഡ്യൂളായിരിക്കും നമുക്ക് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാനായിട്ട്. ഇനി എന്തായാലും നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. താല്പര്യമുള്ളവർ വാങ്ങുക. കാരണം നമുക്കൊരിക്കലും ഈ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല. നമ്മളിപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കിത് ആമസോണിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് വാങ്ങാൻ കഴിയും. 6000 രൂപയോളം നമുക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്കറിയാം 6000 രൂപ കൊടുത്ത് നമ്മൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമില്ല എന്നുള്ളത് പേഴ്സണൽ ചോയ്സാണ്. നമുക്ക് എന്തായാലും പ്രൊഡക്റ്റ് അയച്ചൊന്ന് റിവ്യൂ ചെയ്യുകയാണ് തീർച്ചയായിട്ടും. ഇനി നമുക്ക് ഈ ഒരു ഇതേലത്തെ പ്രൊഡക്റ്റ് വരുവാണെങ്കിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക. നമ്മളെന്തായാലും ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി കൂടി ഈ ഒരു വീഡിയോയുടെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആംപ്ലിഫയർ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്പീക്കറിലേക്ക് കണക്ട് ചെയ്തു. അതേപോലെ തന്നെ നമ്മുടെ ഓഡിയോ സോഴ്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓൺ ചെയ്യാം. ഇവിടെ നമ്മൾ പ്ലഗ് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അഡാപ്റ്റർ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇത് ആദ്യം ഓൺ ചെയ്യുന്ന സമയത്ത്, അതായത് പവർ ഇതിലേക്ക് വരുന്ന സമയത്ത് ടപ്പ് കേൾക്കും. കാരണം സ്പീക്കർ പ്രൊട്ടക്ഷൻ മോഡില്ല. നമ്മളോട് ഉപയോഗിക്കുന്നത് നമ്മുടെ ഫിലിപ്സിൻ്റെ ഫുൾ റേഞ്ച് സ്പീക്കർ ആണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ ബോക്സ് നമ്മൾ അഴിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി വീൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടവർ ബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൂഫറൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നാലും നമുക്കിനി ഇതൊന്ന് ഒരു നോൺ കോപ്പിറൈറ്റ് സോങ് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തിട്ട് കേൾപ്പിക്കാം. ഫുൾ റേഞ്ച് സ്പീക്കർ ആയതുകൊണ്ട് തന്നെ ബേസ് അല്പം കുറവായിരിക്കും. പക്ഷേ നല്ല വോയിസ് ക്വാളിറ്റി ആയിരിക്കും.
അത്യാവശ്യം നല്ല രീതിയിലൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു റൂം അല്ലെങ്കിൽ അത്യാവശ്യം നല്ല സൈസുള്ള റൂമിലേക്കൊക്കെ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.